We can discuss one problem. Sri Hariom was appointed as a workman in a factory on 1st January 2010 in the pay scale of 10,400 to 400-20,800. This means that appoint ചെയ്യുമ്പോൾ salary 10,400 ആയിരുന്നു. പിന്നെ 400 വെച്ചിട്ട് ഓരോ വർഷം increase ചെയ്തുകൊണ്ടിരിക്കും up to it reaches 20,800. On 1st August 2019, his service were terminated at the time of retrenchment on account of closure of the business, and he received compensation of 80,000. അപ്പോൾ business close ചെയ്തുകൊണ്ട് he have to leave the job, and retrenchment compensation received 80,000 from his employer under Industrial Dispute Act. He was entitled to availed and earned leave of 30 days each year. At the time of termination of his service, he was also paid 1,12,000 for 8 months earned leave not availed by him during the period of service. അപ്പോൾ ഇവിടെ encashment of earned leave ഉണ്ട്. അപ്പോൾ ഇവിടെ 1 വർഷം 30 ദിവസം എന്ന കണക്കിലാണ് earned leave കൊടുക്കുന്നത്. ആൻഡ് അയാൾക്ക് earned leave റിസീവ് ചെയ്തത് 1,12,000 ആണ്. ഇനി 8 മന്ത്സിന്റെ ലീവും കൂടിയും അയാൾക്ക് അവെയിൽ ചെയ്യാനുണ്ട്. On 1st December 2019, he got another appointment on a monthly salary of 16,800. അതായത് 1st August കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ജോയിൻ ചെയ്യുന്നത് 1st December 16,800 ആയിരുന്നു അയാളുടെ മന്ത്ലി സാലറി. On 1st February 2020, in order to meet the expenses of his daughter's marriage, he received 4 months advance salary. അപ്പോൾ അഡ്വാൻസ് സാലറി ഉണ്ട് ഇവിടെ 4 മാസം അഡ്വാൻസ് സാലറി അയാൾ വാങ്ങിക്കുന്നുണ്ട്. ഓൾസോ ഹി ടുക്ക് എ ലോൺ ഓഫ് 15,000 ഫ്രം ഹിസ് എംപ്ലോയർ ഫോർ ദ പർപ്പസ്. Determined his taxable income under the head salary for the assessment year 2020-21 ആണ് കേട്ടോ. Assuming that salary is due on the first day of next month. അപ്പോൾ salary due on first day of next month ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. Computation of salary for the assessment year 2020-21. അപ്പോൾ സാലറി കമ്പ്യൂട്ടേഷൻ നോക്കാം. സാലറി ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് എംപ്ലോയറിന്റെ കേസിൽ പേ സ്കെയിൽ 10,400 20,800 ഇതാണ് പേ സ്കെയിൽ. അപ്പോൾ ജാനുവരി 2010 അയാൾ ജോയിൻ ചെയ്തത്. അന്ന് അയാളുടെ സാലറി 10,400. നെക്സ്റ്റ് ഇയർ 400 ഇൻക്രീസ് ചെയ്തു 10,800. അങ്ങനെ 400 റുപ്പീസ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്ത് ജാനുവരി 2019 അയാളുടെ സാലറി എത്രയായിരുന്നു? 14,000 ആയിരുന്നു. ഓക്കെ, അപ്പോൾ സാലറി എപ്പോഴാണ് ഡ്യൂ ചെയ്യുന്നത്? ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത് ആണ്. അപ്പോൾ സാലറി ഫ്രം ദ ഫോമർ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ 1st August 2019 അയാൾ ടെർമിനേറ്റ് ചെയ്യുന്നത് ഫ്രം ദ സർവീസ്. അപ്പോൾ 1st April മുതൽ 1st August വരെയും അയാൾക്ക് സാലറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര മാസം ഉണ്ട്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, 5 months. 2019 ജാനുവരിയിൽ സാലറി 14,000 ആയി. അപ്പോൾ 14,000 into 5, that is 70,000 rupees ആണ് ഫസ്റ്റ് എംപ്ലോയർ, അതായത് ഫോമർ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ഈ പെർട്ടിക്കുലർ പീരീഡിൽ അയാൾക്ക് കിട്ടിയത്. ദാറ്റ് is 70,000 rupees. പിന്നെ സാലറി ഓഫ് ദ പ്രസന്റ് എംപ്ലോയർ എന്ന് പറയുമ്പോൾ അയാൾ ഡിസംബറിലാണ് ജോയിൻ ചെയ്തത്. ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത് ആണ് സാലറി കിട്ടുന്നത്. അപ്പോൾ ഡിസംബറിൽ ജോയിൻ ചെയ്യുമ്പോൾ ജാനുവരിയിലാണ് അയാൾക്ക് സാലറി കിട്ടുക. 1st January കിട്ടും, 1st February കിട്ടും, 1st March കിട്ടും. മൊത്തം 3 മാസം. അപ്പോൾ 16,800 ആണ് സാലറി. അപ്പോൾ 16,000 into 3, 50,400. അപ്പോൾ ഫോമർ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് 70,000 പ്ലസ് പ്രസന്റ് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് 50,400. So salary is equal to 1,20,400. 70,000 plus 50,400, that is equal to 1,20,400. പിന്നെ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ അയാളുടെ മോളുടെ കല്യാണം കാരണം അയാൾ അഡ്വാൻസ് സാലറി 4 മാസത്തെ എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഫെബ്രുവരിയിലാണ് അഡ്വാൻസ് സാലറി എടുക്കുന്നത് 4 മാസത്തെ. അപ്പോൾ ഫെബ്രുവരിയിൽ എടുക്കുക എന്ന് പറയുമ്പോൾ അഡ്വാൻസ് സാലറി എന്ന് പറയുമ്പോൾ മാർച്ചിലെ സാലറി മുതൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ 4 മാസത്തെ സാലറിയാണ് അയാൾ അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നത്. അതിൽ മാർച്ചിലെ സാലറി ഓൾറെഡി നമ്മളിവിടെ സാലറി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അഡ്വാൻസ് സാലറിയിൽ into 3 ചെയ്തിട്ടുള്ളത്. അതായത് നെക്സ്റ്റ് അസസ്മെന്റ് ഇയറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന 3 മാസത്തെ മാത്രമാണ് അഡ്വാൻസ് ആയിട്ട് ഇവിടെ കാണിച്ചത്. ഇങ്ങനെ കാണിക്കാൻ കാരണം മാർച്ചിലെ സാലറി ഓൾറെഡി ഈ 50,000 ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ അതിന് വീണ്ടും അഡ്വാൻസ് ആയിട്ട് കാണിക്കേണ്ട. അതുകൊണ്ടാണ് ഏപ്രിൽ, മെയ്, ജൂണിലെ 3 മാസം സാലറി മാത്രമാണ് ഇവിടെ അഡ്വാൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 16,800 into 3, 50,400.
Then അടുത്തത് അയാളുടെ കമ്പനി ക്ലോഷർ ചെയ്യുന്നതുകൊണ്ടാണ് അയാൾക്ക് കമ്പനി വിടേണ്ടി വരുന്നത്. അതുകൊണ്ട് അയാൾക്ക് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി വി ഹാവ് സം റൂൾസ്. അപ്പൊ അതിന്റെ വർക്കിംഗ് നോക്കാം നമുക്ക്. Retrenchment compensation rule, least of the following will be exempted. 15 days average pay for each year served. അപ്പോൾ ഇവിടെ 15 days average pay എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 3 monthsന്റെ പേയുടെ ആവറേജ് ആണ് എടുക്കുക. അപ്പോൾ ലാസ്റ്റ് 3 months എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിലാണ് അയാൾ റിട്ടേൺ ചെയ്ത്. അതിന് തൊട്ട് മുമ്പത്തെ 3 മാസവും അയാളുടെ സാലറി 14,000 തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കണമെന്നില്ല, ഇറ്റ് ഇസ് 14,000 itself. അപ്പോൾ 15 days average pay ആണ്. അപ്പോൾ 14,000 into 1/2 for each year served. അയാൾ എത്ര വർഷം സെർവ് ചെയ്തു? ജാനുവരി മുതൽ 1st August 2019 വരെ 9 years and 7 months അയാൾ സെർവ് ചെയ്തു. ഇവിടെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷന്റെ കേസിൽ 6 monthsന് മുകളിലുണ്ടെങ്കിൽ അത് റൗണ്ട് ഓഫ് ചെയ്ത് 1 year ആക്കും. അപ്പൊ എത്ര വർഷമായി? 10 വർഷം അയാൾ അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ ആവറേജ് പേ 14,000 ആണ്. അതിന്റെ പകുതി ഇൻറ്റു 1/2 ഫോർ ഈച്ച് ഇയർ സെർവ്ഡ് ഇൻറ്റു 10 years ആണ് അയാൾ സെർവ് ചെയ്തത്. ദാറ്റ് ഈസ് 70,000. They or maximum ceiling limit is 5 lakh or actual compensation received. Retrenchment compensation ആയിട്ട് അയാൾക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 80,000 per month ആണ്. Among these three, whichever is the least amount, that will be exempted. ലീസ്റ്റ് എമൗണ്ട് എത്രയാണ്? 70,000. അപ്പൊ എക്സെംപ്റ്റഡ് എമൗണ്ട് 70,000. അപ്പൊ ടാക്സബിൾ എമൗണ്ട് എന്ന് വെച്ചാൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് മൈനസ് എക്സെംപ്റ്റഡ്. 80,000 മൈനസ് 70,000 ദാറ്റ് ഈസ് 10,000 ആണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ടാക്സബിൾ ആയിട്ട് വരുന്നത്. സോ കം ടു വർക്കിംഗ് ഐ മീൻ കാൽക്കുലേഷൻ. അവിടെ എഴുതാം റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ 10,000. ദെൻ എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് ഉണ്ട്, അതിന്റെ വർക്കിംഗ് നോക്കാം. നമ്മൾ encashment of earned leave salary rule, least of the following is exempted. Salary for the period for which leave not availed, or 10 months average salary, or maximum ceiling limit of rupees 3 lakh, or leave salary actually received. ഇതാണ് നമ്മളെ റൂള്. അപ്പൊ ഇവിടെ നമുക്ക് ആവറേജ് സാലറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആവറേജ് സാലറി എന്ന്. ഇവിടെ ആവറേജ് സാലറി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 10 monthsലെ സാലറിയാണ് ആവറേജ് സാലറി ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ സാലറിന്റെ ഒരു കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സാലറി കണ്ടില്ലേ, അയാളുടെ ഫസ്റ്റ് എംപ്ലോയറിന്റെ കയ്യിൽ നിന്നാണ് അയാൾക്ക് ഏൺഡ് ലീവ് ഒക്കെ വരുന്നത്. അപ്പൊ ഫസ്റ്റ് എംപ്ലോയറിന്റെ കേസസിൽ ജാനുവരി 2019 മുതലാണ് 14,000 ആകുന്നത്. അതിന് മുമ്പ് 13,600 ആയിരുന്നു. ഫസ്റ്റ് സാലറി ഡ്യൂ ഓൺ ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത് ആണ്. അതായത് ജാനുവരിയിലാണ് 14,000 ആയത്. ജാനുവരിയിലെ സാലറി നമുക്ക് കിട്ടുക ഫെബ്രുവരിയിലാണ്. മനസ്സിലായില്ലേ? അതിന് മുമ്പ് 13,600 ആണ്. ഇനി ഇവിടെ നോക്കാം. അതായത് റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തത് 1st August ആണ്. അപ്പോൾ 1st August ആയിരിക്കും സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 10 months എന്ന് പറയുമ്പോൾ 1st August 2019 മുതൽ മുമ്പിലേക്കുള്ള 1st November 2018 വരെയാണ് 10 months പറയുന്നത്. ജാനുവരിയിലാണ് സാലറി മാറുന്നത്. ജാനുവരിയിൽ സാലറി മാറുന്നു. അപ്പൊ നവംബർ, ഡിസംബർ, ജാനുവരി ഈ 3 മാസം 13,600 ആണ് അയാൾക്ക് കിട്ടുന്ന സാലറി. ജാനുവരിയിൽ പുതിയ സാലറി 14,000 ആവും. ആ ജാനുവരി മാസത്തെ ശമ്പളം അയാൾക്ക് കിട്ടുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പൊ ഫെബ്രുവരി മുതലാണ് 14,000 ആയിട്ട് മാറുന്നത്. അതായത് 14,000 വെച്ചിട്ട് 7 മാസവും 13,600 വെച്ചിട്ട് 3 മാസവുമാണ് അയാൾക്ക് സാലറി കിട്ടുന്നത്. ഇങ്ങനെയാണ് അയാളുടെ ലാസ്റ്റ് 10 മാസത്തെ സാലറി. അതിന്റെ ആവറേജ് ദാറ്റ് മീൻസ് ഡിവൈഡഡ് ബൈ 10. അപ്പൊ 14,000 into 7 എന്ന് പറഞ്ഞാൽ 98,000 പ്ലസ് 13,600 into 3 എന്ന് പറഞ്ഞാൽ 40,800. ദാറ്റ് ഡിവൈഡഡ് ബൈ 10. 1,38,800 by 10 that is equal to 13,880 ആണ് ആവറേജ് പേ. ഇനി സാലറി ഫോർ ദ പീരിയഡ് ഫോർ വിച്ച് ലീവ് നോട്ട് അവെയിൽഡ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 8 monthsന്റെ ലീവ് ആണ് ഇനി അയാൾ അവെയിൽ ചെയ്യാത്ത ലീവ്. അപ്പോൾ സാലറി ഫോർ ദ പീരിയഡ് ഫോർ വിച്ച് ലീവ് നോട്ട് അവെയിൽഡ് ഇസ് 8 months. 1 year 1 month ലീവ് എന്നുള്ള റൂളാണ്. അപ്പോൾ 8 months ഉണ്ട്. ആവറേജ് പേ എത്രയാണ്? 13,880. ദാറ്റ് ഇൻറ്റു 8 ദാറ്റ് ഇസ് 1,11,040. Or 10 months average pay. Average pay is 13,880 into 10. 1,38,800. Or maximum ceiling limit
3 lakh. Or leave salary actually received 1,12,000. Whichever is the least amount is exempted. അപ്പോൾ least amount വരുന്നത് first amount ആണ് 1,11,040 ആണ് exempted. Taxable amount എന്ന് പറഞ്ഞാലോ leave salary received minus exempted 1,12,000 minus 1,11,040 that is equal to 960 ആണ് taxable amount വരുന്നത്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷനിലേക്ക് പോവാം. അപ്പോൾ അവിടെ എഴുതാം എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് 960. ഇനി അവിടെ ഒരു ലോൺ എടുത്ത കാര്യം പറയുന്നുണ്ട്. ആ ലോൺ എടുത്ത കാര്യം ഇതിൽ നമ്മളെ സാലറിന്റെ കാൽക്കുലേഷനിൽ അപ്ലിക്കബിൾ അല്ല. സോ വി ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദാറ്റ്. സോ ഫൈൻഡ് ഔട്ട് ദ ഗ്രൂസ് സാലറി. ഗ്രൂസ് സാലറി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. ദാറ്റ് ഇസ് 1,81,760 ആണ് ഗ്രൂസ് സാലറി മൈനസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 1,31,760 ആണ് ടാക്സബിൾ സാലറി.